ഇന്റർനെറ്റ് സ്ലോ ആവുന്നുണ്ടോ, CCTV ഗ്ലിച്ച് കാണുന്നുണ്ടോ, വയറിങ് തന്നെയായിരിക്കും ഇതിന്റെ കാരണം. ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ കോണ്ടിയൂട്ടിന്റെ അകത്ത് കൂടെ തന്നെ ഡാറ്റ കേബിളും അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ കേബിളും വലിക്കുന്ന ഒരു രീതി നമ്മൾ നാട്ടിൽ പൊതുവായിട്ട് കണ്ടുവരുന്നുണ്ട്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇന്ത്യൻ കോഡുകൾ അനുസരിച്ച് ഒരിക്കലും ഈ പറഞ്ഞമാർക്ക് ഇത് വലിക്കാൻ പാടില്ല, ഒരു കോണ്ടിയൂട്ടിലൂടെ വലിക്കാൻ പാടില്ല. ഡാറ്റ കേബിൾ നിങ്ങൾ ഇപ്പോൾ CCTVന്റെ ആയാലും ഇനി പറഞ്ഞ ഇന്റർനെറ്റിന്റെ ആയാൽ പോലും അതൊക്കെ സെപ്പറേറ്റ് തന്നെയാണ് കോണ്ടിയൂട്ട് ചെയ്യും. അതുപോലെ തന്നെ ട്രയലൂടെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് സെൻഡ് ചെയ്യുക. നമ്മുടെ ഹോസ്പിറ്റൽസ് അതുപോലെ തന്നെ ഹോട്ടൽസിലൊക്കെ ഒരുപാട് ഡാറ്റ കേബിൾ ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ കേബിളും CCTV ആയാലും അങ്ങനെ ഒരുപാട് കേബിൾസ് ഉണ്ടാവും. പൊതുവായിട്ട് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാക്ക് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്രേ അടിച്ചു കഴിഞ്ഞാൽ ആ ട്രയലൂടെ ആയിരിക്കും ഇലക്ട്രിക്കലും അതേപോലെ തന്നെ ഡാറ്റയൊക്കെ വലിക്കുന്ന രീതി പൊതുവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് മാക്സിമം ഒഴിവാക്കുക. ഒരു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സമയത്ത് നടക്കുന്നതാണ്. ഒരുപാട് ചെറിയ ഗ്ലിച്ച് തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മുടങ്ങും, ഒരുപാട് സംഭവങ്ങൾ അത് ബാധിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രയകൾ സെപ്പറേറ്റ് ആക്കുക. അതുപോലെ തന്നെ ഇനി ഇതേപോലെ ഓപ്പൺ ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ഇന്ത്യൻ കോഡ് അനുസരിച്ച് 20 സെന്റിമീറ്റർ ഗ്യാപ്പ് വേണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പൈപ്പിന്റെ അകത്ത് കൂടെ തന്നെയാണ് എല്ലാം വലിക്കുന്ന രീതി കാണുന്നത്. അപ്പോൾ ഒഴിവാക്കിയിട്ട് 20 സെന്റിമീറ്റർ ഓപ്പൺ എയറിന്റെ ഗ്യാപ്പ് വേണം. ഇനി കൺസിൽഡ് ആണെങ്കിൽ അതിനനുസരിച്ച് സെപ്പറേറ്റ് തന്നെ കോണ്ടിയൂട്ട് വലിച്ച് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഡാറ്റ കേബിളിന്റെ ഗ്രൗണ്ടിങ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം എന്നുള്ളത്. ഗ്രൗണ്ടിങ് ഒന്നും എന്താ പറയുക പൊതുവെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളത് കാണുന്നുണ്ട്. അത് ഗ്രൗണ്ടിങ്ങും പക്കായിട്ട് നടക്കുക. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇത് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ വയറിൽ അതിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിന്റെ പുറത്തൊരു മാഗ്നറ്റിക് ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് അത് മറ്റേ ഡാറ്റ കേബിളിനായിട്ട് ബാധിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം നിങ്ങൾ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അവിടെ നിർത്തി കഴിഞ്ഞാലും നിങ്ങൾ ഇതൊന്ന് സെപ്പറേറ്റ് ആക്കി ചെയ്താൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. സ്പീഡ് കാര്യങ്ങളൊക്കെ മാറ്റും. ഞങ്ങൾ ചെയ്യുന്ന വെച്ചാൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, HVAC ഇതിന്റെ ഡിസൈനിങ് കൺസൾട്ടിംഗ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എങ്ങനെ വാട്സപ്പ് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടോപ്പിക്കുകൾ ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പരിചയപ്പെടണമെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സന്ദർശിക്കുക.